മറയൂരിന് സമീപം കാന്തല്ലൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ്. പലതവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും സഹായത്തിന് ആരും എത്തിയില്ല. ഇതിൽ പ്രകോപിതനായ റിസോർട്ട് നടത്തിപ്പുകാരനായ പ്രതീഷാണ് പയസ് നഗർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വീണ്ടും വിളിച്ചത്. വണ്ടി ഡീസൽ അടിക്കാൻ പോയിക്കണം, മലയാളത്തിലല്ലേ പറയുന്നത്. ഇതുപോലെ ആനപ്രശ്നമുള്ള സ്ഥലത്ത് തന്നെ ഡീസൽ എന്തും മര്യാദയാണോ? കാട്ടാന പ്രതിരോധത്തിനായി മറയൂരിൽ RRT പ്രവർത്തിക്കുന്നുണ്ട്. RRT രൂപീകരിച്ചതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നുണ്ട്. ഡീസലിന് പണം കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഗ്രാൻഡീസാണ്, ഗ്രാൻഡീസിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ആനയെ ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ വാദങ്ങളാണ് ഇവർ. ഞങ്ങൾക്ക് ജീവന് യാതൊരു ഇതുമില്ലാത്ത ഒരു സാഹചര്യമാണ്. രാവിലെ പ്രദേശത്ത് പരിശോധനയ്ക്കെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തടഞ്ഞുവെച്ചു. ഇന്ന് കാട്ടാനകളെ കൊണ്ടും കാട്ടുപോത്തുകളെ കൊണ്ടും പന്നിയെ കൊണ്ടും ഇവിടെ കൃഷിക്കാരനെ ഈ ജീവിതം പൊറുതിമുട്ടിയിരിക്കുന്നു. ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒറ്റ ഒരു ഫോറസ്റ്റ് കാരണം നിലത്തിലിറങ്ങില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വനാതിർത്തിയോട് ചേർന്നുള്ള സോളാർ ഫെൻസിംഗ് തകർന്നതോടെയാണ് കാന്തല്ലൂർ കീഴാന്തൂർ ഗ്രാമങ്ങളിലേക്ക് കാട്ടാനകൾ എത്തിത്തുടങ്ങിയത്. പലതവണ ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് ആനകളെ തുരത്തിയെങ്കിലും അവ വീണ്ടും മടങ്ങിയെത്തി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. നമുക്കൊരു പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കുറ്റം പറയാനൊന്നും പറ്റില്ലായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മുടെ പോലീസ് വാഹനത്തിൽ വരെ എണ്ണയില്ലാതെ, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ വാഹനങ്ങൾ പലയിടത്തും കട്ടപ്പുറത്ത് കിടന്ന് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് അങ്ങനെ. ചിലപ്പോൾ അത് തന്നെയായിരിക്കും, വ്യവസ്ഥയ്ക്കെതിരെയാണ് നമ്മൾ ചിലപ്പോൾ കുറ്റം പറയേണ്ടി വരിക. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ആകെ ആ ഉദ്യോഗസ്ഥനെ മാത്രം പഴിച്ചത് കൊണ്ട് ചിലപ്പോൾ മാത്രം കാര്യം ഉണ്ടാകില്ല.